7. 7 താളം എന്ന് പറയുമ്പോൾ അതവിടെ മാറ്റി നിർത്തൂ. പഞ്ചജാതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 5. അപ്പം 7 താളവും 5 ജാതിയും ചേർന്നാൽ എന്തായി? എത്ര താളം കിട്ടി? 7 × 5 എത്രയാ? നിങ്ങളെ വല്ല കടയിലേക്കും വിടണം, സുഖമായിട്ട് കടക്കാരന് പറ്റിക്കാൻ പറ്റൂ. 7 × 5 എത്രയാന്ന് വെച്ചാൽ 145. 35 35. പറയൂ. 35. 35 × 5 എത്രയാ? അതെ പോയി. ഇംഗ്ലീഷ് മീഡിയം പറയൂ. 35 × 5 115 എന്ന് പറഞ്ഞ ആള്. അപ്പം 35 × 5 എന്ന് പറയുമ്പോൾ ഈ 5 എന്താന്ന് എന്നോട് ആരും ചോദിച്ചില്ല. എന്താണ് 5? പഞ്ചജാതി എന്ന് പറയുമ്പോൾ ആ പഞ്ചജാതി 5ഉം സപ്തതാളം 7 ചേർന്നപ്പോഴല്ലേ 35 ഉണ്ടായത്. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു 5 പറഞ്ഞില്ലേ, അതെന്താ? ഗതി. 5 ജാതി പോലെ 5 ഗതിയുണ്ട്. ആ ഗതി എന്താന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം സപ്തതാളങ്ങളുടെ പേര് പറയാം. ഫസ്റ്റ് സപ്തതാളത്തിൽ ആദ്യം വരുന്നത് ധ്രുവതാളം. ധ്രുവതാളം. അടുത്തത് മധ്യതാളം. ധ്രുവതാളം കഴിഞ്ഞാൽ മധ്യതാളം. അതിൻ്റെ അംഗമൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം കേട്ടോ. ഇന്നിപ്പോൾ ക്ലാസ്സിൽ ഇതിൻ്റെ പേര് മാത്രം പഠിച്ചിട്ടു. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, രൂപകതാളം, ചമ്പതാളം. ഒരു താ വച്ചിട്ട് ഇങ്ങനെ ഒരു തായും ഒരു ധായും ചേർന്ന് ചമ്പതാളം, ത്രിപുടതാളം, ത്രിപുടതാളം, അടതാളം, അടതാളം, ഏകതാളം. ധ്രുവം, മധ്യം, രൂപകം, ചമ്പ, ത്രിപുട, അട, ഏക. ഇതിൽ നമ്മൾ ചെയ്യുന്നൊരു താളയിലുണ്ട്, സ്ഥിരമായിട്ട് തട്ടടമൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് നാട്ടടവിലൊക്കെ. ത്രിപുടതാളം. ത്രിപുടതാളം എന്ന് വെച്ചാൽ അതിൻ്റെ മറ്റൊരു പേര് ത്രിപുടതാളം എന്ന് വെച്ചാൽ ചതുരശ്ര ജാതി ത്രിപുടതാളം എന്ന് വെച്ചാൽ ആദിതാളം എന്ന പേര്. ചതുരശ്ര ജാതി ത്രിപുടതാളം, ആദിതാളം. 5 ജാതിയുണ്ട്. ഫസ്റ്റ്, അതായത് നമ്മുടെ ഇങ്ങനെ അടിച്ചിട്ടുള്ള ലഘു ഉണ്ടല്ലോ, അടിച്ചിട്ട് വിരലെണ്ണുന്നതിന് ലഘു എന്ന് പറയാം. ഈ ലഘുവിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് 5 ജാതിയുണ്ട്. അടിച്ചിട്ട് 2 വിരൽ എണ്ണിക്കഴിഞ്ഞാൽ അത് എന്ത് ജാതിയാ? തിസ്ര ജാതി. തക്കിട്ട എന്ന് പറയുന്ന 3 വരുന്ന തിസ്ര ജാതി. അടിച്ചിട്ട് ഇങ്ങനെ 3 വിരൽ എണ്ണിയാൽ എന്താ? ചതുരശ്ര ജാതി. അടിച്ചിട്ട് 4 വിരൽ എണ്ണിയാലോ? ഒരക്ഷരം കേൾക്കണുള്ളൂ ഞാൻ. അടിച്ചിട്ട് 6 വിരൽ എണ്ണിയാലോ? മിശ്ര ജാതി. അടിച്ചിട്ട് 8 വിരൽ എണ്ണിയാലോ? സങ്കീർണ ജാതി. അപ്പോൾ ഇങ്ങനെ 5 താളവും 5 ജാതിയും 7 താളവും ചേരുമ്പോൾ എന്തുണ്ടായി? 35. ഇനി നമുക്ക് ഈ ധ്രുവതാളത്തിൻ്റെ അംഗങ്ങളൊക്കെ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ലഘു എന്താണെന്ന് നോക്കാം. അടിച്ചിട്ട് ഇങ്ങനെ വിരൽ എണ്ണുന്നതിന് എന്ത് പറയും? ലഘു. ഇങ്ങനെ ഒരു അടി മാത്രമാണെങ്കിലോ? അനുദ്രുതം. അടിച്ചിട്ട് ഇങ്ങനെ വീശുകയും കൂടെ ചെയ്താൽ എന്ത് പറയും? ദ്രുതം. അപ്പം നിങ്ങൾ ജസ്റ്റ് തക്കതിമി ഒന്ന് പറയൂ. വെറുതെ തക്കതിമി പറയൂ. എങ്ങനെയാ? ത ക ധി മി. അത്ര നിൽക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ആദ്യതാളത്തിലേക്കൊക്കെ പിന്നെ പോവാം. ത ക ധി മി എന്ന് തോന്നുന്നു. ഒരടിയിൽ എത്ര അക്ഷരം പറഞ്ഞു നിങ്ങൾ? 4. അല്ല, ഒരടിയിൽ എത്ര അക്ഷരം പറഞ്ഞു? ഒരക്ഷരം. രണ്ടാം കാലത്തിൽ ഒരടിയിൽ എത്ര അക്ഷരം വരും? 2. അപ്പം എന്ത്? താഴെ സന്ധ തക്ക ധിമ്മി, തക്ക ധിമ്മി. ഇനി ഒരടിയിൽ മൂന്നാം കാലത്തിൽ, അതായത് 1ൻ്റെ ഡബിളാണ് സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2ൻ്റെ ഡബിൾ തേർഡ് സ്പീഡിൽ എത്രയായിരിക്കും? 4. അപ്പോൾ ഒരടിയിൽ എത്ര അക്ഷരം വരണം? പറയൂ. തക്ക ധീമി, തക്ക ധീമി, തക്ക ധീമി, തക്ക ധീമി. ഇനി തക്ക ധീമിനെ നമുക്കൊന്ന് ആദ്യതാളത്തിൽ ചെയ്ത് നോക്കാം. ആദ്യതാളം എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് 3 വിരൽ എണ്ണ. അതെന്തുകൊണ്ടാണ്? ചതുരശ്ര ജാതി ആയതുകൊണ്ട്. ശേഷം ഒരടി വീശ്, അടി വീശ്. അതായത് ലഘു ദ്രുതം ദ്രുതം, ലഘു ദ്രുതം ദ്രുതം. അപ്പം ലഘു എന്ന് പറഞ്ഞാൽ ചതുരശ്ര ജാതി ആയതുകൊണ്ട് അടിച്ചിട്ട് 3 വിരൽ നമ്മൾ കൗണ്ട് ചെയ്തു. ഇനി ദ്രുതം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദ്രുതം ഒരു അടിയും വീശും, വീണ്ടും ഒരു അടിയും വീശും. അപ്പം അതിലൊന്ന് തക്കതിമി ചെയ്ത് നോക്കൂ. ത ക ധി മി, ത ക ജ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. തക്കതിമി തക്കതിമിന്നോ തക്കതിമി തക്കജോലെന്നോ പറഞ്ഞോളൂ. അപ്പോൾ ത ക ധി മി, ത
ജനു സെക്കൻഡ് സ്പീഡ് തക്ക ധിമ്മി തക്ക ജനു തക്ക ധിമ്മി തക്ക തേർഡ് സ്പീഡ് തക്ക ധിമ്മി തക്ക ജനു തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക ജനു തക്ക ധിമ്മി തക്ക ജനു തക്ക. നിങ്ങൾ തന്നെ ഒന്ന് പറയൂ നോക്കട്ടെ. പറയൂ, ഫസ്റ്റ് സ്പീഡ് പറയൂ. കിട്ടിയോ? ഇന്ന് എഴുതി ഇത്രയും നോട്ട്സ് അടുത്ത തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം. ആരൊക്കെ പഠിച്ചിട്ട് വരും? നന്നായിട്ട് പഠിച്ചിട്ട് വരുന്നുള്ളവർ ഇങ്ങനെ കാണിച്ചു കേട്ടോ. കുറച്ച് പഠിച്ചിട്ടുള്ളവർ ഇത്രം പഠിക്കും എന്ന ഏകദേശം ഉറപ്പുള്ളൊരു ഇത്രം, വേണമെങ്കിൽ പഠിക്കാം എന്നുള്ളൊരു ഇത്രം. പഠിക്കൂല ഇത്രം. അപ്പോൾ പഠിക്കോ ഇല്ലേ? ഓ എൻ്റെ ഈശ്വര, അശ്വതി കൈ പൊങ്ങിയില്ലല്ലോ. ഞാൻ ചോദിച്ചത് പഠിക്കോ ഇല്ലേ, അതാദ്യം പറയൂ. അതവിടെ ഇനി ചോദിക്കൂ. സപ്തതാളം. ഈ സപ്തതാളത്തിൻ്റെ അംഗം പഠിക്കണം. സപ്തതാളം പഞ്ചജാതിയോട് ചെയ്യുമ്പോൾ 35 താളപ്പട്ടി വരും. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിക്കണം. അതിൻ്റെ ഫസ്റ്റ് സ്പീഡും സെക്കൻഡ് സ്പീഡും തേർഡ് സ്പീഡും പഠിക്കണം. ഇങ്ങനെ എന്തെല്ലാം പഠിക്കാതിരിക്കണം അല്ലേ ആര്യ? ശരി, അപ്പോൾ അടുത്ത ആഴ്ച കാണാം. നമസ്തേ.